ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എന്നാക്കേണ്ട വിശേഷം. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്ന വേൾഡ് ലാർജസ്റ്റ് വാട്ടർ പാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറിലേക്കുള്ള യാത്രയാണിത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് പോകുന്ന വഴിക്കുള്ള വ്യൂസാണ്. ആ ആകാശത്ത് പറന്ന് കിടക്കുന്ന ബലൂൺ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് കാണും പാരച്യൂട്ടാണെന്ന്. പക്ഷെ അത് പാരച്യൂട്ടല്ല, അതാണ് ദുബായ് ബലൂൺ. നമുക്ക് ആ ബലൂണിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റ്ലാന്റിസ് ആ ഭാഗങ്ങളെല്ലാം ഒരു 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങി നമുക്കത് ഫുള്ള് കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അറ്റ്ലാന്റിസിൽ എത്തിയിരിക്കുകയാണ്. ഇതോ ആ കാണുന്നതാണ് നമ്മുടെ അറ്റ്ലാന്റിസ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള നമ്മുടെ ആദ്യത്തെ യാത്ര ഈ വണ്ടിയിലായിരുന്നു. ഈ വണ്ടിയിൽ കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി ഞാൻ മാപ്പൊക്കെ കൈവച്ച് കുറച്ച് പട്ടിഷൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു. ഞാൻ എന്താണ്ട് ഉടുപ്പെല്ലാം മാറ്റി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് തലമുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇല്ലെങ്കിൽ മുടിയെല്ലാം കൂടെ ചീത്തയായപ്പോൾ വെള്ളത്തിൽ കിടന്നു. അതുകൊണ്ട് ഞാൻ തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് വെച്ചു. അത് കാണുമ്പോൾ ഒരു രസമില്ല, കാണുമ്പോൾ ഒരു മുട്ട പോലെ ഇരിക്കും, പിന്നെ മുടി കളയണ്ടല്ലോ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സാധനത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ നമ്മളിത് ഇതിലാണ് കയറിയത്. ഈ തുരങ്കത്തിൽ കൂടെ നമ്മളിങ്ങനെ പോകണം ഗൈസ്. കൂടെ ഒറ്റയ്ക്കല്ല പോകണം. ഇതിൽ ഈ ഒരു ട്യൂബിൽ തന്നെ, അതിൻ്റെ പേരെന്തോന്നാ, ഇതിൽ നമ്മളിരിക്കുന്ന ആ ട്യൂബിൽ ഇത് കുറേ പേരുണ്ട്. ചായത്തും മദാമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങാനുള്ള സീനാണ് ഗൈസ് കാണുന്നത്. നനഞ്ഞ് കുളിച്ച് പേടിച്ച്. ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചുതരാം. അതുകൊണ്ട് ഇതൊരു സാധനമാണ്. ഇതിൽ എനിക്ക് കയറാൻ പറ്റില്ല, കാരണം എനിക്ക് വെയിറ്റ് കുറവായിരുന്നു. 50 കിലോ എങ്കിലും വേണം. എനിക്ക് 44-45 ഉണ്ടെന്നുള്ളില്ലെങ്കിൽ താഴെ എവിടെ എങ്ങാണ്ട് ഒരു സ്റ്റക്കാവാൻ സാധ്യത. ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ താഴെ സ്റ്റക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കയറിയില്ല. അപ്പോൾ ഇതിൽ കയറി അവർ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ച് താഴത്തോട്ട് പോകുന്നത്. ഇപ്പം ഈ ചേട്ടൻ താഴത്തോട്ട് പോകണം നമുക്ക് കാണാം. അത് നിൽക്കുന്ന സ്ഥലം അങ്ങോട്ട് മാറും, ഈ സാധനം അങ്ങ് അടയും. നമ്മുടെ മമ്മിയിൽ ഇതുപോലെ ഉണ്ട്, എനിക്ക് കണ്ടിട്ട് അത് തോന്നി. ഇപ്പം താഴോട്ട് വീഴുന്ന കണ്ടോണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം അതിങ്ങനെ മാറി പടേന്ന് പറഞ്ഞാൽ നമ്മളതോ പോണു. അയ്യോ, ഇനിയിപ്പം താഴെ നമ്മൾ കുറേ വിളികൾ കേൾക്കാം. അയ്യോ അമ്മേന്നൊക്കെ വിളി കേൾക്കാം. താഴെ കുറേ ഇല കൂടെ എന്തൊക്കെയോ കറങ്ങി താഴെ എത്തും. ഇത് കഴിഞ്ഞ് ഞാൻ കുറേ റൈഡ്സിലൊക്കെ കയറി. കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം പറഞ്ഞാൽ വാട്ടർ പ്രൂഫിൻ്റെ കവറൊക്കെ മേടിച്ച് ഫോണിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇതും കാരണം നമുക്ക് അതിനകത്ത് കയറി നമ്മൾ ഇറങ്ങുന്ന ഇത് ഭയങ്കര പേടിയാകും നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. പിന്നെ ഞാനങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. എനിക്കാണെങ്കിൽ പൂളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ തോട്ടിലൊക്കെ പോകുമ്പോഴത്തേന് ഞാൻ വെള്ളത്തിൽ നിന്ന് കയറില്ലായിരുന്നു. അത്ര ഇഷ്ടമാണ് എനിക്ക് വെള്ളത്തിൽ കളിക്കാനായിട്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഈ വെള്ളത്തിലിറങ്ങി ഇതിൽ തന്നെ കളിയായിരുന്നു. എനിക്ക് ശരിക്കും നമ്മുടെ തോട് പോലെ തന്നെ ഓർമ്മ വന്നത്. ചെറിയ കൈത്തോടൊക്കെ കാണില്ല അതിൽ, കാരണം ഇതിന് ഒഴുക്കുണ്ട്. ഇതിങ്ങനെ ഒഴുകി പോകും. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ചുമ്മാ കിടന്നാൽ നമ്മളിങ്ങനെ അത് ഒഴുകി കൊണ്ടുപോകും. എന്നിട്ട് ഇത് ഇങ്ങനെ കറങ്ങി കൊണ്ടുപോകാം. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനെ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ നമ്മൾ ഈ സാധനത്തിലാണ് കയറിയത്. എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും സൈഡിലൊക്കെ ഇങ്ങനെ ഫിഷുകൾ കാണും. നമുക്കിങ്ങനെ ഈ ട്യൂബിലിങ്ങനെ കിടന്നുകൊണ്ട് ഈ ഫിഷിനെ ഇതൊക്കെ കാണാൻ പറ്റും. ഇത് ഫുൾ എന്തോ ഗ്ലാസ് വെച്ചാണ് ഇത് വയ്ക്കുന്നത്. മുകളിലും സൈഡിലൊക്കെ ഗ്ലാസ് ആണുള്ളത്. പക്ഷേ ഞാൻ കയറിയ സമയത്ത് എന്താണോ എന്നെ ഫിഷിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊന്നും വന്നില്ല. ഫിഷുകളൊന്നും അധികം കണ്ടില്ല. കുറച്ച് ഫിഷിനൊക്കെ ഞാൻ കണ്ടു. പക്ഷേ വലിയ മീനുകളെയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുഴപ്പമില്ല. പിന്നെ കയറിയതുകൊണ്ട് ഈ സാധനത്തിലായിരുന്നു. ഇത് നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നമ്മൾ എസ്കലേറ്റർ കയറുന്ന പോലെ
കയറ്റിക്കൊണ്ട് പോകും. പിന്നെ അവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം കയറിയതാണ് ഈ സാധനം. എനിക്ക് ആ കയറാൻ നേരത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം കയറിയതും എനിക്ക് ഓർമ്മയുണ്ട്, അത് ആ ചേട്ടനെ കയറ്റുമല്ല കയറി ഓർമ്മയുണ്ട്. പിന്നെ ഇതേ ഇങ്ങനെ ഒരു ഇടലായിരുന്നു. എനിക്ക് ഏറ്റവും പേടി തോന്നിയ ഒരു റൈഡ് ഇതായിരുന്നു. കാരണം നമ്മൾ എവിടെയും ടച്ച് പോലും ചെയ്യുന്നില്ല, വായുവിൽ നിന്ന് നേരെ ഒന്ന് താഴെ ഒരു വീഴ്ചയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ പോയി ഇത് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാമോ. നേരിട്ടാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവരെന്നെ ഓടിച്ചു വിട്ടു. അത് പിള്ളേർക്ക് കളിക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു. എനിക്ക് അന്നും എന്നും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത്. എത്ര നേരം വെള്ളത്തിൽ കിടന്നാലും എനിക്ക് മതിയാവില്ല, അത്രയും എനിക്കിഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. അപ്പം ഞാൻ നേരെ പോയിട്ട് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് അങ്ങ് ചാടി. പിന്നെ അതിൽ നിന്ന് കയറാൻ ഞാൻ കുറച്ച് മണിക്കൂറുകളെടുത്തു. കാരണം അതുപോലെ എൻജോയ് ചെയ്യായിരുന്നു. പണ്ട് ഞാൻ നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ശേഷം പിന്നെ അന്ന് എനിക്ക് അധികം റൈഡിലൊന്നും കയറാൻ പറ്റില്ല. ഒരു ദിവസം എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ച് റൈഡിലുകളൊക്കെ കയറി അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പോകുന്നത് ഇവിടെയാണ്. ഇത് ഒരു ഒന്നൊന്നര ഫീലിങ്സാണ് ഇവിടെ. റൈഡുകളൊക്കെ ആണെങ്കിലും ഒരേ പൊളി ഐറ്റമാണ്. എല്ലാവരും വന്ന് എന്തൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും എപ്പോഴൊക്കെയോ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ മതി. എല്ലാവരും വന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.